അപ്പോൾ നമ്മുടെ കേരളം പ്രബുദ്ധ കേരളമാണ്, പുരോഗമന കേരളമാണെന്നൊക്കെയുള്ള ഒരുപാട് സംഗതികളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്. തെറ്റായ ധാരണകൾ കേൾക്കുന്നുണ്ട്. അല്ല, കേരളത്തിനകത്ത് എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, ഏത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അടിസ്ഥാനമായിട്ട് മതം വരുന്നുണ്ട്. മതത്തിൻ്റെ തന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളും അവരുടേതായിട്ടുള്ള സംരക്ഷണം, മതസംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മതം മനുഷ്യൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളുടെ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നമായത് കേരളത്തിലായിരുന്നു. അപ്പോൾ അവർക്ക് ജാമ്യം കിട്ടി. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BJP ഈ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് വേണ്ടിയിട്ട് വളരെ ഏറ്റവും ആദ്യം മുന്നിലേക്ക് വന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. പെട്ടെന്ന് ഇവിടുന്ന് ആളിനെ ഛത്തീസ്ഗഡിലേക്ക് അയക്കുന്നു. വളരെ തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നു ഇവരുടെ ജാമ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് വിശ്വഹിന്ദു പരിഷത്തും മറ്റ് സംഘടനകളുമൊക്കെ, ഹൈന്ദവ സംഘടനകളും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ സംഘടനകളൊക്കെ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ന്യായീകരിച്ചും അവർ ചെയ്യുന്ന പ്രവൃത്തികളെ അപലപിച്ചുമൊക്കെ പരസ്യമായ രംഗത്ത് വന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ BJPയുടെയും വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും ഒക്കെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ സമീപനങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ. ഈ ഒരു വിഷയത്തെ ഇപ്പം പല വിഷയങ്ങളിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മതപരിവർത്തനത്തിൻ്റെ ഒരു വിഷയമുണ്ട്, എന്തുകൊണ്ട് മതപരിവർത്തനം സാധ്യമാകുന്നു എന്നുള്ളൊരു കാതലായ വിഷയമുണ്ട്. നമുക്കതിലേക്ക് വരാം. പക്ഷേ ഈ BJPയും കേരളത്തിലെ വിശ്വഹിന്ദു പരിഷത്തും തമ്മിൽ ഈ ഒരു സമീപനത്തിൽ, ഈ ഒരേ വിഷയത്തിലെ സമീപനത്തിൽ അകലത്തിലുണ്ടാവുന്ന ഒരു കാരണം എന്തായിരിക്കും? ഇപ്പം പിന്നെ അനിൽ ഈ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഈ ഒരു അകലത്തിൻ്റെ കാരണം BJPയും വിശ്വഹിന്ദു പരിഷത്തും തമ്മിൽ? നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു വീട്ടിലൊരു വിഷയമുണ്ടായാൽ ഒരു കുടുംബത്തിൽ അച്ഛനൊരു അഭിപ്രായം ഉണ്ടാകാം, മകനൊരു അഭിപ്രായം ഉണ്ടാകാം, ഭാര്യയ്ക്കൊരു അഭിപ്രായം ഉണ്ടാകാം, സ്വാഭാവികമാണല്ലോ. വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞ ആ പേര് തന്നെ നോക്കുക, വിശ്വഹിന്ദു പരിഷത്താണ്, വിശ്വപൗര പരിഷത്തല്ല. BJPയുടെ പൂർണ്ണരൂപം ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടിയാണ്. വിശ്വഹിന്ദു പരിഷത്ത് ഹിന്ദുക്കളുടെ പ്രസ്ഥാനമാണ്. ആ വ്യത്യാസം മനസ്സിലാക്കിയാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പൂർണ്ണമാകുകയാണ്. അപ്പോൾ എനിക്കൊരു സംശയം, അപ്പോൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അങ്ങ്. അപ്പോൾ ഈ ഹിന്ദു എന്നുള്ള പേര് ഇതിനകത്തുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞു ഇപ്പോൾ വിശ്വ പൗര പരിഷത്തല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഹിന്ദു എന്നുള്ള പദം നിങ്ങൾ അവകാശപ്പെടുന്ന സമയത്ത് ഹിന്ദു ഒരു സംസ്കൃതിയിലെ തന്നെ അത് മുന്നോട്ട് വയ്ക്കുന്നത് സമസ്ത ലോക സുഖിനോ ഭവന്തു, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. അപ്പോൾ അത് ലോകത്തെ, അതുപോലെ തന്നെ വസുധൈവ കുടുംബകം, ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായിട്ട് കാണുന്നു. അങ്ങനെ വരുന്ന കാഴ്ചപ്പാടും അപ്പോൾ ആ ഹിന്ദു കാഴ്ചപ്പാടും വിശ്വഹിന്ദു പരിഷത്തിലെ ഹിന്ദു കാഴ്ചപ്പാടും നമ്മൾ എങ്ങനെ പൊരുത്തപ്പെടുന്നത്? ഞാൻ പറയാം. ലോകത്തുള്ള മതങ്ങളെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്, സെമറ്റിക് മതങ്ങളും നോൺ സെമറ്റിക് മതങ്ങളും. ഒരാളുടെ ജനനത്തിന് ശേഷം രൂപം കൊണ്ട ഒരു മതത്തിനെയാണ് സെമറ്റിക് മതം എന്ന് പറയുന്നത്. വെച്ചാൽ ലോകത്തുള്ള മതങ്ങളിലെ ഹിന്ദു മതമോ ചില ഗോത്രമതങ്ങളോ ഒഴിച്ച് ബാക്കി എല്ലാ മതങ്ങളും ഒരു വ്യക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട മതങ്ങളാണ്. ഈ ഭാരതത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ഈ ഹിന്ദു മതം എന്ന് രൂപം കൊണ്ടതാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ഏതോ കാലത്ത് തുടക്കം കുറിച്ചാണ്. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള എല്ലാവരും തന്നെ സനാതനധർമ്മ വിശ്വാസികളായിരുന്നു. ഓരോ കാലഘട്ടത്തിൽ ഓരോ ആചാര്യന്മാരുടെ പിറവിക്ക് ശേഷം അവർ രൂപം കൊടുത്തതൊക്കെ തന്നെയാണിത്. ഈ ഭാരതത്തിൽ നമ്മൾ ആ കാഴ്ചപ്പാട് താങ്കൾ ചോദിച്ചാൽ വളരെ ശരിയായ ചോദ്യം തന്നെയാണ്. ഭാരത സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആപ്തവാക്യമല്ല, ലോകാ സമസ്ത സുഖിനോ ഭവന്തു തന്നെയാണ്. വിശ്വക്ക കല്യാൺ ഹോ എന്നുള്ളതാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ആപ്തവാക്യങ്ങളിലൊന്ന്. ലോകത്തിലുള്ള എല്ലാവർക്കും സമാധാനവും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന്. പക്ഷേ അപ്രകാരം സുഖവും സമാധാനവും സന്തോഷവും ഇവിടുത്തെ സനാതനധർമ്മ വിശ്വാസികൾക്ക് മാത്രമായിട്ട് ചെയ്യാനൊക്കുന്നൊരു കാര്യമല്ല. അതിനെതിരായി ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ, ആ ധർമ്മത്തിനെതിരെ, ആ സംസ്കാരത്തിനെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുകയോ അതിനെ അപജയപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയോ ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാതിരുന്നാൽ ഈ സംസ്കാരമേ പൂർണ്ണമായിട്ട് ഇല്ലാതാകും. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം 1925 ഡോക്ടർ ജി തുടക്കം കുറിച്ചൊരു പ്രസ്ഥാനമാണ്, അറിയാമല്ലോ. എന്താണ് രാഷ്ട്രീയ സ്വയംസേവക സംഘവും വിശ്വഹിന്ദു പരിഷത്തും തമ്മിലുള്ള വ്യത്യാസമെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ചോദ്യത്തിന് പ്രസക്തി കൂടുതലാണ്.
ഈ ഭാരതത്തിൻ്റെ ദേശീയതയിൽ വിശ്വസിക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പാഴ്സിക്കും ജൈനനും ജൂതനും ഒക്കെ തന്നെ പ്രവർത്തിക്കാവുന്ന ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അവിടെ ഹിന്ദുക്കളുടേതല്ല രാഷ്ട്രീയ സ്വയംസേവക സംഘം, അത് ആദ്യം മനസ്സിലാക്കണം. ഒരു ക്രൈസ്തവ സഹോദരനും ഒരു മുസ്ലിം സഹോദരനും RSSൻ്റെ ശാഖയിൽ പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ വിശ്വ ഹിന്ദു പരിഷത്ത് രണ്ടാമത്തെ സർസംഘചാലകനായിരുന്ന പൂജനീയ ഗുരുജി തുടക്കം കുറിച്ചത് 1964 ചിന്മയാനന്ദ സ്വാമിയായിരുന്നു അതിൻ്റെ തുടക്കക്കാരിലെ പ്രധാനി. ആ യോഗത്തിൽ ഗുരുജി പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. എന്തിനാണ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത്? സംഘത്തിൻ്റെ പ്രാർത്ഥനയിൽ ഒരു വഴിയുണ്ട്, വിധായാസ്യ ധർമ്മസ്യ സംരക്ഷണം. ധർമ്മം, ഈ ഭാരതത്തിലുള്ള ധർമ്മം എന്ന് പറയുന്ന സനാതന ധർമ്മം തന്നെയാണ്. ആ ധർമ്മത്തിനെ സംരക്ഷിക്കാൻ ഒരു പ്രസ്ഥാനം വേണം എന്നുള്ള തോന്നൽ രൂപം കൊണ്ട് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു സംശയം വരുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്, സനാതനധർമ്മം. ഈ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന അതിൻ്റെ ആ ഒരു സാരാംശത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഭയമില്ലായ്മയാണ്. ആ ഭയമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ അഭയം. അതെ അതെ അതെ. ഈ ഭയത്തിൽ നിന്നാണ് സംരക്ഷിക്കണം എന്നുള്ള പേടി വരുന്നത്. അപ്പോൾ ഈ ഹൈന്ദവ സംസ്കാരത്തിന് ഏതെങ്കിലും അപജയം പറ്റും എന്നുള്ളൊരു പേടി വരുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഭാരതീയ സംസ്കൃതിക്ക് ചേർന്നതാണോ? ഭയം എന്ന് പറയുന്ന വാക്ക് രണ്ട് രീതിയിലുണ്ട്. ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ശരീരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ഉണ്ടാകുന്ന ഭീഷണി ഒരു വല്ലാത്ത ഭയം തന്നെയാണ്. അല്ലാതെ അവരുടെ ചിന്താധാരകളെ ഒരു ഭയത്തിന് കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. ഭാരതത്തിൻ്റെ അടിസ്ഥാന ചിന്താധാരകളെ തകർക്കാനുള്ള ഒരാശയവും ലോകത്തില്ലാത്തതുകൊണ്ട് ഈ ചിന്താധാരകൾക്ക് യാതൊരു ഭയവുമില്ല. പക്ഷേ ഭാരതത്തിലുള്ള ഈ ചിന്താധാരകളുടെ മനുഷ്യരൂപങ്ങളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അവിടെ ഭയം ഉണ്ടാകും. അത് സാധാരണ മനുഷ്യൻ്റെ ദൈനംദിന വ്യവഹാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്രകാരമുള്ള ശക്തികളാണ് ഈ ഭാരതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഈ ഭാരതത്തിനെ കീഴടക്കാൻ 4 ശക്തികൾ ആത്യന്തികമായി ശ്രമിക്കുന്നുണ്ട്. ഒന്നാമത്തേത് അക്രമത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും ഭാഷയിൽ കൂടി ഭാരതത്തിന് മേൽ ആധിപത്യം പുലർത്താനുള്ള മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു ശ്രമമുണ്ട് സനാതനധർമ്മത്തിനെ കീഴടക്കാൻ. രണ്ടാമത്തെ ബുദ്ധി, പണം, സേവനം ഇവയുടെയൊക്കെ ആസൂത്രിതമായ ഐക്യത്തിൻ്റെ ഭാഗമായിട്ട് ഭാരതത്തിനെ കീഴടക്കാനുള്ള ഇവാഞ്ചലിക്കൽ ക്രൈസ്തവ ശക്തികൾ. മൂന്നാമത്തെ വിഭാഗം തൊഴിലാളി വർഗ സർവാധിപത്യത്തിൽ കൂടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ കൂടി ഭാരതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന ഇടതു വിഭാഗങ്ങൾ. നാലാമത്തെ ആഗോള പണ താല്പര്യമുള്ള കക്ഷികൾ, നമ്മൾ ആഗോള മുതലാളിത്ത ശക്തികൾ എന്നൊക്കെ പറയുന്നു. ഈ 4 കൂട്ടരുടെയും ഇരയാകുന്ന ഭാരതം എന്ന് പറയുന്ന ഹിന്ദുക്കളാണ്. ഈ 4 കൂട്ടരുടെ ലക്ഷ്യം വെക്കുന്നത് ഈ സനാതനധർമ്മ വിശ്വാസത്തെ തന്നെയാണ്. അത് തന്നെ ഈ ഭാരതീയ സംസ്കൃതിക്ക് വിരുദ്ധമായ ഒരു സമീപനം. ഏത് സംസ്കാരം? ഉദാഹരണത്തിന് ഇപ്പൊ ഈ സമ്പത്ത് അതേപോലുള്ള മറ്റ് സംഗതികൾ കൊണ്ട് അതായത് നിർബന്ധിത മതപരിവർത്തനം, ഈ നിർബന്ധിത പരിവർത്തനം സാധ്യമാകുന്നത് എന്തുകൊണ്ടാണ്? നിർബന്ധിത പരിവർത്തനം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹിന്ദു സംസ്കാരം എന്ന് പറഞ്ഞൊരു സെമറ്റിക് സംസ്കാരമല്ല. അവരെ ഒരു ക്ലാസ്സിൽ വിളിച്ചിരുത്തിയൊരു മതബോധനം കൊടുക്കാറില്ല. അവരുടെ ഒരു ജീവിത രീതിയായിട്ട് ഈ സംസ്കാരം അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നതാണ്. പക്ഷേ അന്നേരം ചില കാര്യങ്ങളിൽ ഇവർക്ക് അറിവില്ലായ്മകളുണ്ട്. മതത്തിനെ സംബന്ധിച്ച ചിന്താധാരകളെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ ചില അടിസ്ഥാന കാര്യങ്ങൾ അറിയാത്തതിനെ ചൂഷണം ചെയ്യുകയാണ്. കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടുള്ള മിഷണറിമാരും ബാക്കിയുള്ളവരും അത് സമ്മതിച്ചു, അത് പൂർണ്ണമായിട്ട് സമ്മതിച്ചു. അതിപ്പം ക്രിസ്തീയ സംഘടനകളും ഈ കഴിഞ്ഞ ഒരു ദിവസത്തെ ചാനൽ ചർച്ചയിൽ തന്നെ ഒരു ക്രൈസ്തവ സഭാ പ്രതിനിധി പറയുന്നുണ്ടായിരുന്നു, മതപരിവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ അവരുടെ ഏറ്റവും മനുഷ്യൻ എന്നുള്ള കോലവും ഈ മതം എന്നുള്ള ഒരു ലേബലും അല്ലാതെ ഈ മനുഷ്യർക്ക് ജീവിതത്തിന്റെ യാതൊരു സാഹചര്യങ്ങളും അവർക്ക് ലഭ്യമാവുന്നില്ല. എന്തുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമുക്കൊരു രോഗം വരുന്നത് നമ്മുടെ പ്രതിരോധ ശേഷി കുറയുമ്പോഴാണ്, അല്ലേ? നമുക്ക് രോഗം ഇല്ലാതാക്കാൻ ശ്രമിച്ച് ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റത്തില്ല. മറിച്ച് നല്ല ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രോഗം മാറി എന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഈ നിങ്ങളുടെ വിശ്വ ഹിന്ദു പരിഷത്തിനോ അതല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകൾക്ക് ഇത്തരത്തിൽ വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കിടക്കുന്ന സമൂഹത്തിൻ്റെ ഉന്നമനത്തിലെ മുഖ്യ കേന്ദ്ര ബിന്ദുവായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ട് അവരെ ശക്തിപ്പെടുത്താൻ പറ്റുന്നില്ല? അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ മതപരിവർത്തനം മാറി നീങ്ങി. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ മതപരിവർത്തനം തുലവും കുറവാണ്. താങ്കൾ അത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാത്തതുകൊണ്ട് ചോദിക്കും. വളരെ ലളിതമായൊരു സംശയം ഞാൻ പറയാം.
വിശ്വ ഹിന്ദു പരിഷത്തും രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഭാരതത്തിൽ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ വളരെ താങ്കൾ ഈ ചോദ്യം ചോദിക്കുമെന്ന് കരുതി കൊണ്ടുവന്ന ഒരു പുസ്തകമല്ല ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. താങ്കൾ നോക്കുക, 4,53,127 സ്ഥലങ്ങളിലാണ് ഭാരതത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സേവന പ്രവർത്തനം നടക്കുന്നത്. 3,526 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തിപ്പിക്കുന്നു. 1,137 ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു. 446 സോഷ്യൽ വെൽഫെയർ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു. 1,290 സ്വാശ്രയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. ധാരാളം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഭാരതത്തിനെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്ന ആരാണ്? ഇപ്പോൾ 10-11 വർഷക്കാലമായി സംഘപരിവാറിലെ BJP ഭരിക്കുന്നു. അതിനു മുമ്പ് ഈ രാഷ്ട്രത്തിലെ ഈ ബുദ്ധിമുട്ടുള്ള ഈ വിഭാഗങ്ങളെ ഇപ്രകാരം ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിച്ചതിൻ്റെ കാരണക്കാർ ഈ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് തന്നെയാണ്. ഈ കോൺഗ്രസ് സർക്കാരായിരുന്നു ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ സാധാരണക്കാരെ ഉയർത്തിക്കൊണ്ട് വരേണ്ട ഒരു മാർഗം സ്വീകരിക്കേണ്ട കോൺഗ്രസ് പരാജയപ്പെട്ടിടത്താണ് ഇവർ കയറിപ്പറ്റാൻ ശ്രമിച്ചത്. പക്ഷേ ഞങ്ങൾ ഇതൊക്കെ ധാരാളം ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ല. എല്ലാ മേഖലകളിലുമുണ്ട്. സാധാരണ മാനവ സേവ മാധവ സേവ. ഒരു പരിധി വരെ ഇതിന് പ്രദർശനം ആവശ്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സമൂഹത്തിന് പ്രതീക്ഷ, ഹോപ്പ് എന്നൊരു സാധനം ആവശ്യം കൊടുക്കുന്നുണ്ട്. ഈ നിരാശയിൽപ്പെട്ട ജനങ്ങളെയാണ് ഈ സ്വാഭാവികമായിട്ട് നിർബന്ധിത മതപരിവർത്തന വിധേയം അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നത്. ഈ ബൈബിളുമായിട്ട് ഭാരതത്തിലും ആഫ്രിക്കയിലും ഒരേ സമയത്താണ് സുവിശേഷവൽക്കരണം തുടങ്ങി. ബൈബിള് കൊടുത്ത് ആഫ്രിക്ക മൊത്തം അവർ കീഴടക്കി. പക്ഷേ ഭാരതത്തിൽ ഇന്നും അവർ പറയുന്ന കണക്കനുസരിച്ച് 2.5% മാത്രമേ ഉള്ളൂ. അതാണ് ഈ സംസ്കൃതിയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. ആ ശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമ്പോഴല്ലേ ഇത്തരം ഭീഷണികൾ അകന്നു. ആ ശക്തി വളരെ സജീവമായി നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇന്നും ഭാരതത്തിൽ ഇവാഞ്ചലൈസേഷൻ പൂർണ്ണമായി വിജയിക്കാതെ പോകുന്നത്. ഇപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് വിഭാഗങ്ങളെ അവർക്ക് കിട്ടുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ തന്ത്രം അതല്ല. അവർ ജനസംഖ്യയുടെ കണക്ക് പറയുന്നതിൻ്റെ പിന്നിലുള്ള വളരെ ശാസ്ത്രീയമായ ഒരു വശമുണ്ട്. ഇന്നും ക്രിപ്റ്റോ ക്രിസ്ത്യൻസാണ് അവരുടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ റായ്പൂർ അതിരൂപതയിലെ ഫാദർ സാബു ജോൺ കഴിഞ്ഞ ദിവസം ഒരു TV ചർച്ചയിൽ ഒരു കാര്യം പറഞ്ഞു. ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം രേഖകളിൽ അവർ ഇന്നും ഹിന്ദു നാമധാരികളാണ്. അവരുടെ മനസ്സ് മാത്രമേ മാറ്റിയുള്ളൂ, മതം മാറ്റിയില്ല. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ക്രിപ്റ്റോ ക്രിസ്ത്യൻസിനെയാണ് അവരുണ്ടാക്കുന്നത്. രേഖകളിൽ ഈ വേറെ ഒരു ചെറിയൊരു സംശയമുണ്ട്. അത് നിങ്ങളുടെ ഈ പേരിനകത്ത് വിശ്വവുമുണ്ട്, ഹിന്ദുവുണ്ട്, പരിഷത്തുമുണ്ട്. ഈ മൂന്നും വളരെ വ്യാപകമായ അർത്ഥമുള്ള സംഗതിയാണ്. അപ്പോൾ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വിശാലമായ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു മതത്തിനെ ഹിന്ദു മതത്തിൻ്റെ ഭാഗമല്ലാതെ കാണാൻ പറ്റും? ഏതെങ്കിലും മതത്തിനെയോ? അല്ല, ആ 3 വാക്കും തമ്മിലുള്ള വ്യത്യാസം ഒരു കണക്റ്റഡ് ഇല്ല. ലോകത്തുള്ള ഹിന്ദുക്കളുടെ അല്ല, ഞാൻ പറഞ്ഞത് എല്ലാം അപാരതയിലാണ്. വിശ്വം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഉള്ള ലോകത്തുള്ള 80 രാഷ്ട്രങ്ങളിലെ ഹിന്ദുക്കളുടെ പൊതു വിശ്വം എന്ന് പറയുന്ന സംഗതി ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അല്ല. അങ്ങനല്ല, ആ അർത്ഥം തെറ്റാണ്. ലോകത്തുള്ള 80-ൽ പരം രാജ്യങ്ങളിലായിട്ട് ഭിന്നിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു പൊതുവേദിയില്ലാത്ത ഹിന്ദുക്കളെ ഒരു വേദിയിൽ കൊണ്ടുവരുന്ന ഒരു ഹിന്ദു സംഘടന. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ 2 വാക്കുകളും തമ്മിൽ ഒരു വൈരുദ്ധ്യവും ഇല്ല. വിശ്വത്തിലുള്ള ഹിന്ദുക്കളുടെ പരിഷത്ത്, അത്രേ ഉള്ളൂ. വിശ്വം ലോകത്തുള്ള ഹിന്ദു എന്നുള്ളത് പരിമിതപ്പെടുകയാണ് ചെയ്യുന്നത്. ഇല്ല, ഒരു പരിമിതിയില്ല. ലോകത്തുള്ള ഹിന്ദുക്കളുടെ പൊതു പ്ലാറ്റ്ഫോം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹിന്ദു എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാരതീയ സംസ്കൃതി 1787 ചാൾസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ സ്കോട്ട്ലൻഡ് മിഷണറിയാണ് ആദ്യമായിട്ട് ഹിന്ദു ഹിന്ദുയിസം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. എത്രയോ വേദങ്ങളിലും ഒക്കെ ഹിന്ദു. അത് പേർഷ്യക്കാരും ഗ്രീക്കുകാരും ഒക്കെ ഹിന്ദു എന്ന് റെഫർ ചെയ്തിരുന്നു. സിന്ധു നദിയുടെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഹിമാചലത്തിൽ വസിച്ചിരുന്ന എല്ലാ ആൾക്കാരെയും ഹിന്ദുക്കളെന്നാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ ഡോക്ടർ രാധാകൃഷ്ണന്റെ ഒരു കംപ്ലീറ്റ് വർക്ക്സ് ഉണ്ട്. അദ്ദേഹം അതിനകത്ത് പറയുന്നത് ഇന്ത്യയിൽ ഉടനീളം നോക്കുകയാണെങ്കിൽ ഈ ഒരു 2 പഞ്ചായത്തുകളിലെ തമ്മിൽ പോലും ഹിന്ദുക്കളുടെ ആചാരങ്ങൾ തമ്മിൽ സാമ്യമില്ല. പക്ഷേ അതെല്ലാം ഹിന്ദുമതമാണ് എന്ന് പറഞ്ഞതുപോലെ ഏതെല്ലാം മതങ്ങളുടെ വ്യത്യസ്തമായ ആചാരങ്ങളുണ്ടോ അതിനെയെല്ലാം ഈ ഹിന്ദുമതങ്ങളിലെ വ്യത്യസ്തമായ ആചാരം പോലെ ഹിന്ദുമതത്തിനും കാണാൻ കഴിയും എന്നുള്ളതാണ് ഹിന്ദുമതത്തിൻ്റെ വ്യത്യസ്തത. ഹിന്ദുമതം സ്വീകരിക്കാൻ തയ്യാറാണല്ലോ. നമ്മളൊരു ക്ഷേത്രത്തിൽ യേശുവിൻ്റെ ഒരു ഉപദേവതയെ വെച്ച് പൂജിക്കുന്നതിന് ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല. ഒരു എതിർപ്പുമില്ല. അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതിന് എന്ത് മടിയാണ്? ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. അതെ, നല്ല മെസ്സേജാണ്. അതെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ അവർക്ക് പ്രശ്നമാണ്. അവരതിനെ സ്വീകരിക്കില്ല.
നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ചെറിയ കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നമ്മുടെ സംസ്ഥാനത്തും അല്ലെങ്കിൽ രാജ്യത്തുമൊക്കെ വനങ്ങളുണ്ട്. വനങ്ങളുടെ സവിശേഷത എന്താണ്? ഉറുമ്പ് തൊട്ട് ആന വരെയുള്ള സർവ്വ ജീവജാലങ്ങളും അല്ലെങ്കിൽ തൊട്ടാവാടി തൊട്ട് ചന്ദനം വരെയുള്ള സർവ്വ വൃക്ഷങ്ങളും നിലനിൽക്കുന്ന പ്രദേശത്തിനെയാണ് വനമെന്ന് പറയുന്നത്. അതിന് വന്യമായൊരു സൗന്ദര്യമുണ്ട്, എല്ലാത്തിനെയും സ്വീകരിക്കുന്നത്. അവിടെ മനുഷ്യനുമുണ്ട്, ആദിവാസികൾ ഉൾപ്പെടെ. നമ്മുടെ നാട്ടിൽ തോട്ടങ്ങളുണ്ട്. ചന്ദനം വിളയുന്ന തോട്ടത്തിൽ മറ്റൊരു മരം വളർന്നാൽ ആ മരത്തിനെ കളയെന്ന് കരുതി വെട്ടി നശിപ്പിക്കും. അതാണ് ഹിന്ദുമതവും മറ്റേതും തമ്മിലുള്ള വ്യത്യാസം. ഹിന്ദുമതം എന്ന് വെച്ചാൽ വന്യമായ സൗന്ദര്യമുള്ള എല്ലാം തികഞ്ഞൊരു വനമാണ്. ബാക്കി സെമറ്റിക് മതങ്ങൾ വെറും തോട്ടങ്ങളാണ്. ആ തോട്ടങ്ങളിൽ വേറെ ഒന്നും വളരാൻ സമ്മതിക്കത്തില്ല. വളർന്നു പോയാൽ അതിനെ വെട്ടി കളയായിട്ട് പ്രഖ്യാപിച്ച് തട്ടിക്കളയും. ആ വ്യത്യാസം മനസ്സിലാക്കി ഈ പ്രശ്നമെല്ലാം പരിഹരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.